കണി ദർശനത്തിന് ഗുരുവായൂരും ശബരിമലയിലും വൻ ഭക്തജന തിരക്ക്. വിവരങ്ങളുമായി ഗുരുവായൂരിൽ നിന്ന് ലെവിൻ കെ വിജയനും ശബരിമലയിൽ നിന്ന് ശ്രീരാജ് നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് ലെവിനിലേക്ക് പോകാം. ലെവിൻ, ഈ വീട്ടിലൊരുക്കുന്ന കണി തന്നെ കാണുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇന്ന് രാവിലെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടാണ് കണി കണ്ടത്. അപ്പോൾ ലെവിൻ ഇപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂരാണ്. അവിടുത്തെ ഒരു കാഴ്ചയൊക്കെ എങ്ങനെയാണ്? വലിയ സന്തോഷത്തിലായിരിക്കില്ലേ? അഞ്ജലി, ഗുരുവായൂരാണ്. വിഷുക്കണി ദർശനം കാണാൻ എത്തുന്നവരുടെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകമായിട്ടൊന്നും പറയേണ്ടതില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി വിഷുക്കണി ദർശനം കാണാനും ഭഗവാനെ തൊഴാനുമൊക്കെ എത്തുന്ന ആളുകളുടെ എണ്ണം ഗുരുവായൂർ എപ്പോഴും തിരക്കാണ്. അതോടൊപ്പം തന്നെ വിഷുദിനത്തിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വലിയ തിരക്ക് തന്നെയാണ്. യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനത്തിനുള്ള സമയം ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. വലിയ തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. പുലർച്ചെ 2:55 മുതൽ അല്പസമയങ്ങൾക്ക് മുൻപ് 3:55 വരെയായിരുന്നു. 1 മണിക്കൂർ സമയമായിരുന്നു ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനത്തിനായി സമയമുണ്ടായിരുന്നത്. ഈ സമയത്ത് നിരവധിയായ ആളുകൾ കാത്തിരുന്ന് ആ ദർശനം കാണാനും മറ്റുമായി നടത്താനുമൊക്കെ കഴിഞ്ഞു. അതിനുശേഷവും വന്ന ആളുകളുടെ വലിയ തിരക്ക് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോഴും ക്ഷേത്രത്തിനുള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാനാകും ഒട്ടേറെ ആളുകൾ ഇപ്പോഴും കാത്തു നിൽക്കുന്നതും വരി നിൽക്കുന്നതുമായിട്ടുള്ള സന്ദർഭങ്ങൾ. ഗുരുവായൂരപ്പനെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിലൊന്നായിട്ടാണ് വിഷുദിനവും കണക്കാക്കപ്പെടുന്നത്. പുലർച്ചെ 2:50 മുതൽ 3:50 വരെയായിരുന്നു ഭക്തർക്ക് കണി കാണാനുള്ള അവസരമുണ്ടായിരുന്നത്. മേൽശാന്തി TM കൃഷ്ണൻ നമ്പൂതിരി സ്വന്തം മുറി തുറന്നുകൊണ്ട് ആദ്യം കണി കണ്ടു. പിന്നീട് ശ്രീകോവിലെത്തി കണ്ണനെ കണി കാണിക്കുകയും പിന്നീട് ഭക്തർക്ക് കണി കാണാൻ അവസരമൊരുക്കുകയുമാണ് ചെയ്തിരുന്നത്. ഇതിനോടകം തന്നെ 10,000-കണക്കിന് ആളുകൾ വിഷുക്കണി ദർശനം പൂർത്തിയാക്കി ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഇനിയും ദർശനം നടത്താനുള്ളവർ ഇനിയും ഒട്ടേറെ ആളുകൾ കാത്തിരിക്കുന്നുമുണ്ട്. ഏതായാലും ഭക്തരായിട്ടുള്ള ആളുകളുടെ ഒരു പ്രതികരണങ്ങളൊക്കെ നമുക്ക് തേടാം. പക്ഷേ ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ അത് തൊഴുത് ആ സമയത്ത് തൊഴുത് നിൽക്കുന്ന ആളുകളൊക്കെയാണ്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചുകൊണ്ട് മലയാളികളും അല്ലാത്തവരുമായ ആളുകൾ കൂടി ഈ വിഷുദിനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള പ്രത്യേകത. വിഷുദിനമാണ്. വന്ന് ഗുരുവായൂരപ്പനെ തൊഴുതോ? തൊഴുതായിരുന്നു, നല്ലപോലെ തരുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ പ്രാവശ്യം ഇവിടെ ആക്കിയത്. 2 മക്കളൊക്കെ കെട്ടിച്ച് വിട്ട്. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാനോ വെച്ചിട്ട് രണ്ടുപേരും രാവിലെ വന്ന് കണിയൊക്കെ കണ്ട് ഞങ്ങൾ രാത്രി വന്ന് നല്ല ട്രെയിൻ കയറിയിട്ട് ഗുരുവായൂർ വന്ന് വിഷുക്കണി കാണാൻ പറ്റി. എന്ത് പറയുന്നു? വിഷുക്കണി കണ്ടു. എന്റെ വീട്ടിലാണ് ചെയ്യാറ്. ഇത്തവണ മക്കളവിടെ കൃഷ്ണന്റെ അവിടെ ഇന്നലെ രാവിലെ ചോറ്റാനിക്കരെ പോയി. വൈകുന്നേരം ഇങ്ങോട്ട് പോകും. ഗുരുവായൂർ വന്ന് വിഷുക്കണി കാണണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. ഞങ്ങൾക്ക് പ്രായം കൂടി അതുകൊണ്ട് മുൻഗണന കിട്ടി. അതെ തന്നെ ഭംഗിയായിട്ട് കണ്ടു, സുഖമായിട്ട് കണ്ടു. ഗുരുവായൂരപ്പനെ കഴിഞ്ഞിട്ടും കിട്ടി. ഗുരുവായൂരപ്പനെ കണ്ടു, നല്ല ഭംഗി. ഇത്രയും വയസ്സായപ്പോഴും നല്ല ഭംഗിയായിട്ട് കണ്ടു. വയസ്സ് 80 സുഖമായിട്ട് കണ്ടു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ട്. ഇത്രയും കാലം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിലാണ് ജീവിക്കണേ. ഗുരുവായൂർ തന്നെ, എല്ലാം ഗുരുവായൂരപ്പൻ തന്നെ. സകല ജീവജാലങ്ങൾക്ക് ശക്തി പകരണമാണ് ഗുരുവായൂരപ്പൻ. നമസ്കാരം. അതായത് ഭക്തരെയൊക്കെ സംബന്ധിച്ചുകൊണ്ട് വലിയൊരു സുഹൃതമായി തന്നെ കരുതുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഗുരുവായൂരെത്തി ഗുരുവായൂരപ്പനെ തൊഴുന്നത് തന്നെ വലിയ ഭാഗ്യമായി കണക്കാക്കുന്ന അനേകായിരം മനുഷ്യരുണ്ട് ഭൂമിയിൽ. അവരോടൊപ്പം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചുകൊണ്ട് ഇത്തരത്തിൽ എങ്ങനെയാണ് വിഷുക്കണി ദർശനം? ഗുരുവായൂരപ്പൻ്റെ ഇത് തന്നെ അനുഭവം എല്ലാവർക്കും. തിരക്കെങ്ങനെയുണ്ട്? തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. കൈനീട്ടമൊക്കെ വാങ്ങിയിട്ടുണ്ടോ? കൊടുക്കാറുണ്ട്. കണി കണ്ടാൽ തന്നെ, ഗുരുവായൂരപ്പനെ കണ്ടാൽ തന്നെ വളരെ ഇതാണ് എല്ലാവരും. ശരി, സന്തോഷം. അഞ്ജലി, ഗുരുവായൂരപ്പനെ കണി കണ്ട് ഗുരുവായൂർ മേൽശാന്തിയുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതൊക്കെ വലിയ ഭാഗ്യമായി കരുതുന്ന ആളുകളാണ് ഇവിടെ എത്തുന്നവരിൽ ഏറെ പേരും. ഏതായാലും ആ വിഷുക്കണി ദർശനം പൂർത്തിയായെങ്കിലും ഗുരുവായൂരപ്പനെ തൊഴാനും ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്ന കണി കാണാനുമൊക്കെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് ഇനിയും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് നമുക്കൊരു വിഷ്വൽ കാണാം. ഒരു വിവാഹം കൂടി നമുക്കിപ്പോൾ ലൈവായി കാണിച്ചു തരാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗുരുവായൂരെത്തി വിവാഹം കഴിക്കാൻ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അറിയാതിരിക്കുമല്ലോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹത്തിന് പ്രത്യേകമായൊരു മുഹൂർത്തമില്ല. എല്ലാ സമയത്തും നടന്നുവരുന്നിരിക്കുന്ന ഏത് സമയത്തും ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ആർക്കും വിവാഹം കഴിക്കാമെന്നുള്ളതൊരു പ്രത്യേകത കൂടിയാണ് എന്നുള്ള കാര്യം
എടുത്തു പറയേണ്ടതുണ്ട്. ഏതായാലും ഇനി ക്ഷേത്രത്തിലേക്ക് പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്നുള്ളത് വിഷു സദ്യയാണ്. വിഷു വിളക്കുണ്ട്, പ്രത്യേക പതിവ് പൂജകളുണ്ട്, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ രാവിലെ തന്നെ ദർശനം പൂർത്തിയാക്കി വിഷുക്കണി കണ്ട് മടങ്ങുന്ന ഭക്തർ വീണ്ടും വൈകിട്ടോടുകൂടി വിഷു വിളക്ക് കാണാനും മറ്റുമായി എത്തുന്നത് ഒരു പ്രത്യേകതയാണ്. വിഷു സദ്യയുണ്ട്, പ്രത്യേകമായ പായസങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടുള്ളതാണ് സദ്യ എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട്. ഏതായാലും ഗുരുവായൂരെ സംബന്ധിച്ചുകൊണ്ട് വിഷു ദിനത്തിൽ വളരെ വലിയ തിരക്കാണ്. ഭക്തർക്ക് എല്ലാവർക്കും ഈ തിരക്കിനിടയിലും സൗകര്യങ്ങളോടുകൂടി ദർശനം നടത്താനും വിഷുക്കണി കാണാനും ഒക്കെയുള്ള സൗകര്യം ദേവസ്വം നടത്തിയിരുന്നു. അതോടൊപ്പം ഭക്തരൊക്കെ വലിയ സന്തോഷത്തിലാണ്. നമുക്ക് ശബരിമലയിലേക്ക് പോവുകയാണെങ്കിൽ, ശ്രീരാജിലേക്ക് പോവുകയാണെങ്കിൽ, ശ്രീരാജ്, ഈ ഗുരുവായൂരിലെ തിരക്കൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ ശബരിമലയിൽ എങ്ങനെയാണ് അവസ്ഥ? കഴിഞ്ഞതിൽ കൂടുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അവിടുത്തെ പൂജാ ചടങ്ങുകളൊക്കെ ഇന്ന് എങ്ങനെയാണ്? അഞ്ജലി, ശബരിമലയിലും വലിയ തിരക്കാണ് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നത്. ഈ വിഷു ദിവസം ശബരിമലയിൽ കണി കണ്ട് ശബരിമലയിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുക എന്നത് ശബരിമല അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വലിയ തിരക്ക് ശബരിമലയിലേക്ക് ദർശനത്തിനായി എത്തുന്നുണ്ട്. ഇന്ന് രാവിലെ 4 മണിക്ക് തന്നെ നട തുറന്ന് 7 മണി വരെയാകും അയ്യപ്പ ഭക്തർക്ക് ദർശന സൗകര്യം ഉണ്ടാവുക. രാവിലെ 4 മണിക്ക് നട തുറന്ന് അയ്യപ്പനെ കണി കാണിച്ചു ശേഷം ഭക്തർക്ക്, ഇവിടെ എത്തിയ ഭക്തർക്ക് കണി കാണാനും അതുപോലെ തന്നെ അയ്യപ്പ ദർശനം നടത്താനുമുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. തുടർന്ന് നെയ്യഭിഷേകം നടക്കും. അത്തരത്തിൽ ശബരിമലയിലെ പൂജകളും അതിൻ്റെ രീതിക്ക് തന്നെ നടക്കും. എന്തായാലും വലിയ ഭക്തജന തിരക്ക് രാവിലെ മുതൽ തന്നെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അഭിഷേകവും ഉഷപൂജയും നെയ്യഭിഷേകവുമായിരിക്കും ഈ 7 മണിക്ക് ശേഷം നടക്കുക. എന്തായാലും വലിയ ഭക്തജന തിരക്ക് ഈ വിഷു ദിവസവും ഇവിടെ എത്തുന്നുണ്ട്. ഭക്തരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വിഷു ദിവസം സാധാരണ ശ്രീകൃഷ്ണനെ കണികണ്ട് ഉണരുന്നതാണ് ഭക്തരുടെ ഒരു രീതിയെങ്കിൽ, ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് അവർക്ക് അയ്യപ്പന് മുന്നിൽ ഈ കണി കാണുകയും അയ്യപ്പൻ്റെ ദർശനം നടത്തുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വിഷു ദിവസം ശബരിമല ഇവിടെ എവിടെന്നാ വരുന്നത്? പാലക്കാട്. വിഷു ദിവസം അങ്ങനെ ശബരിമലയിലാണോ സ്ഥിരത്താ? അല്ലല്ല, ആദ്യമായിട്ടാണോ വിഷു ദിവസം ആദ്യമായിട്ടാണ്. അത്തരത്തിലാണ് പല ഭക്തരും ഇത്തരത്തിൽ വീടുകളിലാണ് സാധാരണ ഈ വിഷു ദിവസം കണി കണ്ട് ഉണരുന്നത്. പക്ഷേ ഈ കൊല്ലം എന്തായാലും പലരും ശബരിമലയിലേക്ക് എത്തുന്നു. സ്ഥിരമായി ശബരിമലയിൽ വിഷു ദിവസം എത്തുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ ശബരിമലയിലേക്ക് ഈ വിഷു ദിവസം എത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 17-നായിരിക്കും സഹസ്ര കലശപൂജ നടക്കുക. 18-ന് സഹസ്ര കലശാഭിഷേകവും നടക്കും. വിഷു മേടമാസ പൂജകൾ പൂർത്തിയാക്കി ശനിയാഴ്ച രാത്രി 10 മണിയോടുകൂടിയായിരിക്കും നട അടയ്ക്കുക. എന്തായാലും അത്തരത്തിൽ ഈ ദിവസങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടും. വിഷു ദിവസം സമാനമായി സാധാരണഗതിയിൽ ഈ സീസണിലൊക്കെ ഉണ്ടാകുന്നത് പോലെ തന്നെ തിരക്ക്, വലിയ നീണ്ട ക്യൂ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ശബരിമല ദർശനം നടത്തി ശബരിമലയിൽ നിന്നും വിഷു കൈനീട്ടം സ്വീകരിക്കുക എന്നത് ശബരിമലയിലെ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. അഞ്ജലി, ശ്രീരാജ്, ഇപ്പോൾ ഒരുപാട് ഭക്തരുടെ ഇടയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ശ്രീരാജിന്റെ വിഷുക്കണി കാണാൻ സാധിച്ചോ? ഇല്ലില്ല, നമുക്ക് അകത്തേക്ക് കയറാൻ സാധിച്ചില്ല. രാവിലെ ലൈവ് ഉള്ളതുകൊണ്ട് നമ്മളിവിടെ ലൈവ് നിന്നു. സാധാരണഗതിയിൽ വീട്ടിലാണെങ്കിൽ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ വിളിച്ചുണർത്തി കണി കാണിക്കും. ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് കണി കാണാൻ പറ്റിയില്ല. നമ്മളൊക്കെ ഇങ്ങനെ വീഡിയോ കോളിൽ കൂടെ വിഷു കാഴ്ച കാണുന്ന ആൾക്കാരാണ്. എന്തായാലും ശ്രീരാജ് ലെവനുമാണ് വിശദാംശങ്ങൾ നൽകിയത്.